ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ശ്രീ മൂലോത്തുംകുന്ന് കൈരാതികിരാത ക്ഷേത്രം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മലയോര മേഖലയായി ഇരിട്ടിയുടെ ഹൃദയഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ മൂലോത്തുംകുന്ന് കൈരാതികിരാത ക്ഷേത്രം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം കേട്ടോ. ഒരു പ്രദേശത്തിന് മുഴുവൻ സഹസ്രാബ്ദങ്ങളായി അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുകയും പിന്നീട് എപ്പോഴോ കാലപ്രവാഹത്തിൽ തിരോധാനം ചെയ്യുകയും ഭക്തജനങ്ങളുടെ അശ്രാന്ത പരിശ്രമങ്ങൾ കാരണം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് പൂർവാധികം ഭംഗിയായി അതിൻ്റെ ആധ്യാത്മിക ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദേവസങ്കേതമാണ് മൂലോത്തുംകുന്ന് ശ്രീ കൈരാതികിരാത ക്ഷേത്രം. പാശുപതാസ്ത്രം നേടുന്നതിനു വേണ്ടി അർജുനൻ കഠിനമായി തപസ് തുടങ്ങി. അർജുനൻ്റെ കഠിന തപസ്സിൽ മനസ്സലിഞ്ഞ പാർവതീദേവി ഇനി പാശുപതാസ്ത്രം അർജുനന് നൽകിക്കൂടെ എന്ന് മഹാദേവനോട് ചോദിച്ചു. അർജുനനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മഹാദേവൻ ഒരു വരാഹത്തെ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് അയച്ചു. വരാഹത്തിൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ അർജുനൻ അതിനു നേരെ അമ്പു തൊടുത്തു. മുറിവേറ്റ വരാഹം കുറച്ചു ദൂരം ഓടിയ ശേഷം പിടഞ്ഞു വീണു മരിച്ചു. വരാഹത്തിന് പിന്നാലെ ഓടിയെത്തിയ അർജുനൻ തൻ്റേതു കൂടാതെ മറ്റൊരമ്പു കൂടി അതിൻ്റെ ദേഹത്ത് തറച്ചു നിൽക്കുന്നതായി കണ്ടു. ആശ്ചര്യഭരിതനായി നോക്കുമ്പോൾ തൊട്ടടുത്ത് അതാ ഒരു കാട്ടാളൻ നിൽക്കുന്നു. തൻ്റെ അമ്പുകൊണ്ടാണ് വരാഹം മരണപ്പെട്ടതെന്ന് കാട്ടാളൻ, തൻ്റെ അമ്പുകൊണ്ടാണ് വരാഹം മരണപ്പെട്ടതെന്ന് അർജുനൻ. രണ്ടുപേരും തമ്മിൽ ദ്വന്ദ്വയുദ്ധം തന്നെ നടന്നു. കാട്ടാള വേഷത്തിലെത്തിയത് ശ്രീ മഹാദേവനാണെന്നറിയാതെ അർജുനൻ അദ്ദേഹത്തെ ദേഹോപദ്രവമേൽപ്പിക്കാൻ തുടങ്ങി. മഹാദേവൻ്റെ തൃക്കണ്ണ് തുറന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കിയ പാർവതീദേവി കാട്ടാള സ്ത്രീയുടെ വേഷത്തിൽ കയ്യിലൊരു പൂക്കൂടയുമായി അവിടെ പ്രത്യക്ഷയായി. യുദ്ധം മതിയാക്കി അർജുനന് പാശുപതാസ്ത്രം നൽകാൻ ദേവി മഹാദേവനോട് അപേക്ഷിച്ചു. സംതൃപ്തനായ മഹാദേവൻ പാർവതീദേവിയുടെ നിർദ്ദേശപ്രകാരം അർജുനന് പാശുപതാസ്ത്രം നൽകുന്നു. വരദായിനിയായ പാർവതീദേവിയെയും പരമേശ്വരനെയും ഇതേ ഭാവത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുണ്യസ്ഥാനമാണ് മൂലോത്തുംകുന്ന് ശ്രീ കൈരാതികിരാത ക്ഷേത്രം. ദേവിക്ക് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ പ്രാധാന്യവും. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അമ്മ അത് മഹാദേവനിലൂടെ നടത്തിക്കൊടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഭക്തജനങ്ങളെ സംബന്ധിച്ചും ധാരാളം അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. ഇരിട്ടി ടൗണിൽ നിന്നും 1/2 കിലോമീറ്റർ തെക്കുമാറി പയഞ്ചേരിമുക്കിന് സമീപത്തുള്ള മൂലോത്തുംകുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം തന്ത്രി അഴകം മാധവൻ നമ്പൂതിരിപ്പാടാണ്. എല്ലാ ശനിയാഴ്ചകളിലും സംക്രമ നാളുകളിലും ത്രികാല പൂജയും സമൂഹാരാധനയും അന്നദാനവും നടത്തപ്പെടുന്നു. കുംഭമാസത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്നു. ആയിരക്കണക്കിന് അമ്മമാരുടെ പങ്കാളിത്തത്തോടെ ശിവപാർവതി പൂജയും നടത്തപ്പെടുന്നു. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് രാമായണ പ്രശ്നോത്തരി മത്സരം ഇതേസമയം നടത്തുകയും ചെയ്യുന്നു. ഉപദേവതാസ്ഥാനത്ത് ശ്രീ ധർമ്മശാസ്താവും നാഗരാജാവും. മൂലോത്തുംകുന്ന് ശ്രീ കൈരാതികിരാത ക്ഷേത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹര ഹര മഹാദേവ്.